നമസ്കാരം. മീഡിയ വൺ പോഡ്കാസ്റ്റ് ആരംഭിക്കുന്നു. കാതിലെത്തും പത്രങ്ങൾ. ഇന്ന് 2025 മാർച്ച് 21 വെള്ളിയാഴ്ച. ഞാൻ എം ജയപ്രകാശ്. ഛത്തീസ്ഗഡിൽ 2 വ്യത്യസ്ത ഏറ്റുമുട്ടലുകളിൽ 30 മാവോവാദികളെ വധിച്ചു. ഈ വാർത്തയാണ് ഇന്ന് മിക്ക പത്രങ്ങൾക്കും പ്രധാന തലക്കെട്ട്. ലോകരാജ്യങ്ങളുടെ എതിർപ്പ് അവഗണിച്ച് US പിന്തുണയോടെ ഗസയിൽ നരഹത്യ തുടരുകയാണ്. 24 മണിക്കൂറിനിടെ മാത്രം കൊല്ലപ്പെട്ടത് 100-ലേറെ പേരാണ്. ലഹരി ഉപയോഗത്തിനെതിരെ ശക്തമായ നിലപാടെടുത്തിരിക്കുകയാണ് പുതുപ്പാടി പഞ്ചായത്തിലെ മഹല്ല് കമ്മിറ്റികൾ. നിരന്തരം ലഹരി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരെ മഹല്ലു തലത്തിൽ ബഹിഷ്കരിക്കാനാണ് തീരുമാനം. ഈ വാർത്ത മാതൃഭൂമി 1-ാം പേജിൽ തന്നെ നൽകിയിരിക്കുന്നു. നോക്കാം ഇന്നത്തെ പത്രത്താളുകളിലേക്ക് വിശദമായി. ആദ്യം മാധ്യമത്തിലേക്കാണ്. 30 മാവോവാദികളെ വെടിവെച്ചു കൊന്നു. ഛത്തീസ്ഗഡിൽ 2 ഏറ്റുമുട്ടൽ. സുരക്ഷാസേനയുമായി ഏറ്റുമുട്ടൽ ബസ്തർ മേഖലയിൽ. പോലീസുകാരനും മരിച്ചു. ബിജാപൂർ, കാങ്കർ. ഛത്തീസ്ഗഡിലെ ബസ്തർ മേഖലയിൽ വ്യാഴാഴ്ച 2 വ്യത്യസ്ത ഏറ്റുമുട്ടലുകളിൽ സുരക്ഷാസേന 30 മാവോവാദികളെ വധിച്ചു. ബിജാപൂർ ജില്ലയിൽ 26 മാവോവാദികളെയാണ് വധിച്ചത്. കാങ്കറിൽ 4 പേരെയും BSFും സംസ്ഥാന പോലീസിലെ പ്രത്യേക സേനയും വെടിവെച്ചു കൊന്നു. ബിജാപൂരിൽ ഒരു പോലീസുകാരനും മരിച്ചു. ബിജാപൂർ, ദാന്തേവാഡ ജില്ലകളുടെ അതിർത്തിയിലുള്ള വനത്തിൽ രാവിലെ 7ഓടെ മാവോവാദി വിരുദ്ധ ഓപ്പറേഷൻ നടത്തുന്നതിനിടെയാണ് വെടിവെപ്പുണ്ടായതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. 26 പേരുടെ മൃതദേഹങ്ങളും തോക്കുകളും സ്ഫോടക വസ്തുക്കളും സംഭവസ്ഥലത്തുനിന്ന് കണ്ടെടുത്തു. പോലീസ് ജില്ലാ റിസർവ് ഗാർഡ് യൂണിറ്റിലെ ഉദ്യോഗസ്ഥനാണ് കൊല്ലപ്പെട്ടത്. കാങ്കർ, നാരായൺപൂർ ജില്ലകളുടെ അതിർത്തിയിലുള്ള വനത്തിലാണ് മറ്റൊരു ഏറ്റുമുട്ടൽ നടന്നതെന്ന് കാങ്കർ SP ഇന്ദിര കല്യാൺ പറഞ്ഞു. വെടിവെപ്പിന് പിന്നാലെ 4 മാവോവാദികളുടെ മൃതദേഹങ്ങളും ഓട്ടോമാറ്റിക് ആയുധങ്ങളും കണ്ടെടുത്തതായി അദ്ദേഹം പറഞ്ഞു. ഏറ്റുമുട്ടൽ നടന്ന 2 സ്ഥലങ്ങളിലും തിരച്ചിൽ പുരോഗമിക്കുകയാണ്. ഈ വർഷം ഇതുവരെ ഛത്തീസ്ഗഡിൽ വ്യത്യസ്ത ഏറ്റുമുട്ടലുകളിലായി 105 മാവോവാദികളെയാണ് വെടിവെച്ചു കൊന്നത്. ബിജാപൂർ, കാങ്കർ എന്നിവയുൾപ്പെടെ 7 ജില്ലകൾ ഉൾപ്പെടുന്ന ബസ്തർ ഡിവിഷനിൽ മാത്രം 89 പേരെ കൊന്നതായാണ് കണക്കുകൾ. രാജ്യത്തെ നക്സൽ മുക്തമാക്കാനുള്ള കുതിപ്പിൽ സുരക്ഷാസേന മറ്റൊരു വലിയ വിജയം നേടിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞു. മാവോവാദികൾക്കെതിരെ മോദി സർക്കാർ കർശന സമീപനവുമായി മുന്നോട്ടു പോകുകയാണെന്ന് അമിത് ഷാ പറഞ്ഞു. എല്ലാ സൗകര്യങ്ങളും വാഗ്ദാനം ചെയ്തിട്ടും കീഴടങ്ങാത്തവർക്കെതിരെ അനുകമ്പയുണ്ടാകില്ല. അടുത്ത വർഷം മാർച്ച് 31ഓടെ രാജ്യം മാവോവാദി മുക്തമാകുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി എക്സിൽ കുറിച്ചു. ഗസയിൽ ഇസ്രായേൽ നരഹത്യ തുടരുന്നു. 24 മണിക്കൂറിൽ മരണം 110. കരയാക്രമണവും തുടങ്ങി. ഗസ സിറ്റി. ലോകരാജ്യങ്ങളുടെ എതിർപ്പ് അവഗണിച്ച് US പിന്തുണയോടെ ഗസയിൽ നിരപരാധികളെ ബോംബിട്ട് കൊല്ലുന്നത് തുടർന്ന് ഇസ്രായേൽ. ഇന്നലെ മാത്രം 110 ഫലസ്തീനികളാണ് വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇതോടെ 3 ദിവസത്തിനിടെ ഗസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 506 ഇതിൽ 200 കുഞ്ഞുങ്ങളും ഉൾപ്പെടുന്നു. 909-ലേറെ പേർക്ക് പരിക്കേറ്റതായും ഗസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. അതിനിടെ ഗസയിൽ കരയാക്രമണവും തുടങ്ങിയതായി റിപ്പോർട്ടുണ്ട്. അധിനിവേശ വെസ്റ്റ് ബാങ്കിലും ശക്തമായ ആക്രമണം നടത്തുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പറഞ്ഞു. അതേസമയം ഗസ ആക്രമണം പുനരാരംഭിച്ചതിനെതിരായ ജനരോഷം ഇസ്രായേലിൽ ശക്തി പ്രാപിച്ചു. പടിഞ്ഞാറൻ ജെറുസലേമിലെ നെതന്യാഹുവിന്റെ വസതിക്ക് പുറത്തു നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ 100 കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. ബാരിക്കേഡ് തകർത്തെത്തിയ പ്രതിഷേധക്കാരെ നേരിടാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഗസ ആക്രമണം ഹമാസിന്റെ പിടിയിലുള്ള തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജീവൻ അപകടത്തിലാക്കുമെന്ന ആശങ്കയിലാണ് ബന്ധുക്കൾ. ഉപരോധത്തിൽ നരകിക്കുന്ന ഗസക്കാരെ വീണ്ടും നാടുകടത്താനുള്ള ശ്രമത്തിലാണ് ഇസ്രായേൽ. ഖാൻ യൂനിസിലെ ജനങ്ങളോട് എത്രയും പെട്ടെന്ന് താമസസ്ഥലം ഉപേക്ഷിച്ചു പോകാൻ സൈന്യം മുന്നറിയിപ്പ് നൽകി. UN ഓഫീസിന് നേരെ ആക്രമണം, 1 മരണം. ഗസയിൽ UN ആസ്ഥാനത്തിന് നേരെയും ഇസ്രായേൽ ആക്രമണം. ഒരു ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടു. 5 പേർക്ക് ഗുരുതര പരിക്കേറ്റു. ദേർ എൽ ബലായിലെ UN ഹെഡ്ക്വാർട്ടേഴ്സിനു നേരെ നടന്ന ആക്രമണത്തിൽ പരിക്കേറ്റവരെ അൽ അക്സ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി
ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ആക്രമണത്തിൽ UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ആക്രമണത്തെ അപലപിച്ചു. സംഭവത്തിൽ അന്വേഷണത്തിന് അദ്ദേഹം നിർദ്ദേശം നൽകി. UN എയ്ഡ് മേധാവി ടോം ഫ്ലെച്ചറും ആക്രമണത്തെ അപലപിച്ചു. പിന്തുണയുമായി പ്രതിപക്ഷ MLA-മാരുടെ മാർച്ച്. നിരാഹാരം തുടങ്ങി ആശമാർ. പരിഹാരം വരെ കൂടെയുണ്ടാകുമെന്ന് VD സതീശൻ. തിരുവനന്തപുരം. സർക്കാരുമായുള്ള ചർച്ച പരാജയപ്പെട്ടതിന് പിന്നാലെ സെക്രട്ടേറിയറ്റിനു മുന്നിൽ ആശാവർക്കർമാർ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചു. NHM ഡയറക്ടറുമായും തുടർന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജുമായും ബുധനാഴ്ച നടന്ന ചർച്ചകൾ ധാരണയിലെത്താതെ പിരിഞ്ഞതിനെ തുടർന്ന് വ്യാഴാഴ്ച രാവിലെ മുതൽ നിരാഹാര സമരം തുടങ്ങുകയായിരുന്നു. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി MA ബിന്ദു, സംസ്ഥാന കമ്മിറ്റി അംഗം R ഷീജ, ജില്ലാ കമ്മിറ്റി അംഗം തങ്കമണി എന്നിവരാണ് ആദ്യഘട്ടത്തിൽ നിരാഹാരം ആരംഭിച്ചത്. സമരം പരിസ്ഥിതി ശാസ്ത്രജ്ഞയും ചിന്തകയുമായ ഡോക്ടർ KG താര ഉദ്ഘാടനം ചെയ്തു. അടിസ്ഥാനവർഗത്തിന്റെ ന്യായമായ ആവശ്യം ചെവിക്കൊള്ളാത്ത സർക്കാരിനെ ഇടതുപക്ഷമെന്ന് വിളിക്കാൻ താൻ ലജ്ജിക്കുകയാണെന്ന് അവർ പറഞ്ഞു. ഇടതുപക്ഷ വീക്ഷണമുള്ളയാളാണ് ഞാൻ. ഈ വിശ്വാസത്തെ ഈ സർക്കാർ അടിമുടി തകർത്തു കളഞ്ഞു. അധിക്ഷേപ വാക്കുകൾ സംയമനത്തോടെ ആശമാർ നേരിടുകയാണ്. തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ലെന്ന് എല്ലാവരും തിരിച്ചറിയണമെന്നും അവർ പറഞ്ഞു. മറ്റൊരു മാർഗവുമില്ലാത്തതുകൊണ്ടാണ് ഇത്തരം സമരമാർഗത്തിലേക്ക് കടന്നതെന്ന് അസോസിയേഷൻ പ്രസിഡന്റ് VK സദാനന്ദൻ വ്യക്തമാക്കി. വൈകുന്നേരത്തോടെ നിയമസഭയിലെ ധനാഭ്യർത്ഥന ചർച്ചയുടെ മറുപടി ബഹിഷ്കരിച്ച് VD സതീശന്റെ നേതൃത്വത്തിൽ UDF MLA-മാർ സമരത്തിന് പിന്തുണയുമായി സെക്രട്ടേറിയറ്റിനു മുന്നിലേക്ക് മാർച്ച് നടത്തി. ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം എന്ന ബാനറുമായിട്ടായിരുന്നു മാർച്ച്. നിരാഹാരമനുഷ്ഠിക്കുന്ന പ്രവർത്തകരോട് സംസാരിച്ച VD സതീശൻ സമരത്തിന് എല്ലാ പിന്തുണയും അറിയിച്ചു. ന്യായമായ ആവശ്യങ്ങൾക്കായുള്ളതാണ് ഈ സമരമെന്നും പരിഹാരമുണ്ടാകും വരെ കൂടെയുണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു. എല്ലാ ദിവസവും ഞങ്ങൾ ആശമാരുടെ പ്രശ്നം നിയമസഭയിൽ ഉന്നയിച്ചിട്ടുണ്ട്. അടിയന്തര പ്രമേയവും കൊണ്ടുവന്നു. എന്നാൽ സമരത്തെ അധിക്ഷേപിക്കാനാണ് സർക്കാർ ശ്രമിച്ചത്. മുഖ്യമന്ത്രി മുൻകൈയെടുത്ത് പ്രശ്നപരിഹാരമുണ്ടാക്കണം. പരിഹാരമുണ്ടാക്കിയാൽ സർക്കാരിനെ ആദ്യം അഭിനന്ദിക്കുന്നത് UDF ആയിരിക്കും. ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ലെന്നും സതീശൻ പറഞ്ഞു. കണ്ണൂരിൽ മധ്യവയസ്കൻ വെടിയേറ്റു മരിച്ചു. പ്രതി പിടിയിൽ. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ കൈതപ്രത്ത് മധ്യവയസ്കൻ വെടിയേറ്റു മരിച്ചു. BJP പ്രവർത്തകനും ഗുഡ്സ് ഓട്ടോ ഡ്രൈവറുമായ KK രാധാകൃഷ്ണനാണ് മരിച്ചത്. വ്യാഴാഴ്ച വൈകിട്ട് 7:30യോടെയാണ് സംഭവം. മാതമംഗലം പുനിയങ്കോട്ട് താമസിക്കുന്ന രാധാകൃഷ്ണൻ വൈകിട്ട് കൈതപ്രം വായനശാലയ്ക്ക് സമീപം പുതിയതായി നിർമ്മിക്കുന്ന വീടിന് സമീപം എത്തിയതായിരുന്നു. വെടിയേച്ച കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ രക്തത്തിൽ കുളിച്ചുകിടക്കുന്ന രാധാകൃഷ്ണനെയാണ് കണ്ടത്. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ പരിയാരം പോലീസ് പ്രതി പെരുമ്പടവ് സ്വദേശി സന്തോഷിനെ കസ്റ്റഡിയിലെടുത്തു. വ്യക്തിവിരോധമാണ് കൊലയ്ക്ക് കാരണമെന്ന് സംശയിക്കുന്നു. കൊല സംബന്ധിച്ചുള്ള സൂചന സംഭവത്തിനു മുൻപ് സമൂഹമാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തതായി പോലീസ് പറയുന്നു. വടക്കേടത്ത് മിനിയാണ് രാധാകൃഷ്ണന്റെ ഭാര്യ. നിത്യലഹരിക്കാർക്ക് ഇനി മഹല്ല് വിലക്ക്. പോരാട്ടം പ്രഖ്യാപിച്ച് പുതുപ്പാടിയിലെ മഹല്ല് കമ്മിറ്റികൾ ലഹരി ഉപയോഗിക്കുന്നവർക്ക് വിവാഹത്തിന് സാക്ഷ്യപത്രം നൽകില്ല. താമരശ്ശേരി, കോഴിക്കോട്. ലഹരി ഉപയോഗം സാമൂഹിക വിപത്തായി മാറിയതോടെ ശക്തമായ നടപടികളുമായി പുതുപ്പാടി പഞ്ചായത്തിലെ മഹല്ല് കമ്മിറ്റികൾ. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവർക്ക് വിവാഹാവശ്യത്തിന് മറ്റു മഹല്ലുകളിലേക്ക് സ്വഭാവശുദ്ധി സാക്ഷ്യപത്രം നൽകില്ല. ഒരുവിധ ലഹരി കുറ്റകൃത്യങ്ങളിലും ഉൾപ്പെട്ടിട്ടില്ലെന്ന് ഉറപ്പുവരുത്തും. സമൂഹത്തെ വെല്ലുവിളിച്ച് ലഹരി കുറ്റകൃത്യങ്ങളിൽ നിരന്തരം ഏർപ്പെടുന്നവരെ മഹല്ല് തലങ്ങളിൽ ബഹിഷ്കരിക്കും. കട്ടിപ്പാറ വേനക്കാവിൽ ലഹരിക്കടിമയായ മകൻ ഉമ്മയെ വെട്ടിക്കൊന്നതിൻ്റെയും പുതുപ്പാടി നാക്കിലമ്പാടിയിൽ ഭർത്താവ് ഭാര്യയെ കുത്തിക്കൊന്നതിൻ്റെയും പശ്ചാത്തലത്തിലാണ് പ്രദേശത്തെ മഹല്ല് കമ്മിറ്റികൾ ചേർന്ന് ഈ തീരുമാനങ്ങളെടുത്തത്. മഹല്ല് തലങ്ങളിൽ ബഹുജന കൂട്ടായ്മയും യുവാക്കളുടെ കൂട്ടായ്മയും രൂപവൽക്കരിക്കും. സർക്കാരും പോലീസും നടത്തുന്ന നടപടികളോട് സഹകരിക്കും. കുട്ടികൾ ലഹരി ഉപയോഗശീലമുള്ളവരുമായി കൂട്ടുകെട്ടുണ്ടാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. ഒടുങ്ങാക്കാട് മഖാം മസ്ജിദ് ഹാളിൽ മഹല്ല് രക്ഷാധികാരി VK ഹുസൈൻകുട്ടിയുടെ അധ്യക്ഷതയിൽ വ്യാഴാഴ്ച രാവിലെയാണ് എല്ലാ വിഭാഗങ്ങളിലും പെട്ട മഹല്ല് കമ്മിറ്റികളെയും പങ്കെടുപ്പിച്ച് അടിയന്തര യോഗം ചേർന്നത്.
കെ ഇ ഇസ്മായിലിന് CPIയുടെ സസ്പെൻഷൻ. മുതിർന്ന CPI നേതാവ് KV ഇസ്മായിലിനെ പാർട്ടി അംഗത്വത്തിൽ നിന്ന് 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യാൻ സംസ്ഥാന നിർവാഹക സമിതി യോഗം തീരുമാനിച്ചു. മുൻ MLA P. രാജുവിന്റെ മരണത്തിന് പിന്നാലെ പാർട്ടി നേതൃത്വത്തെ കുറ്റപ്പെടുത്തി സാമൂഹിക മാധ്യമത്തിൽ പ്രതികരിച്ചതിനാണ് നടപടി. നേരത്തെ നിർവാഹക സമിതി യോഗം ഇസ്മായിലിനോട് വിശദീകരണം തേടിയിരുന്നു. ഇതിൽ തൃപ്തിയില്ലെന്ന് വിലയിരുത്തിയാണ് സസ്പെൻഷൻ. പാർട്ടി നേതൃത്വം എന്ത് നടപടിയെടുത്താലും കമ്മ്യൂണിസ്റ്റുകാരനായി തുടരുമെന്ന് KE ഇസ്മായിൽ പറഞ്ഞു. കുട്ടിക്കാലം തൊട്ടേ കൊടി പിടിക്കുന്നതാണ്. 70 കൊല്ലമായി ഇത് തുടരുന്നു. സസ്പെൻഷനെപ്പറ്റി മാധ്യമങ്ങളിൽ വന്ന കാര്യങ്ങളെ അറിയൂ. പാർട്ടിയിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചാൽ വിശദമായി പഠിച്ച ശേഷം പറയേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ പറയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒറ്റമൂലി ചികിത്സകൻ ഷാബാ ഷെരീഫ് വധം. 3 പ്രതികൾ കുറ്റക്കാർ. മഞ്ചേരി. മൈസൂരുവിലെ ഒറ്റമൂലി ചികിത്സകൻ ഷാബാ ഷെരീഫിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയെന്ന കേസിൽ 3 പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി. മൃതദേഹമോ അവശിഷ്ടങ്ങളോ കണ്ടെത്താൻ കഴിയാതിരുന്ന കേസിൽ 1-ാം പ്രതിയുടെ കാറിൽ നിന്ന് ലഭിച്ച തലമുടി പരിശോധിച്ചാണ് പോലീസ് കേസ് തെളിയിച്ചത്. 1-ാം പ്രതിയും വ്യവസായിയുമായ നിലമ്പൂർ മുക്കട്ട കൈപ്പഞ്ചേരി ഷൈബിൻ അഷറഫ്, ഷൈബിന്റെ മാനേജറായിരുന്ന 2-ാം പ്രതി വയനാട് സുൽത്താൻ ബത്തേരി പൊന്നക്കാടൻ ശിഹാബുദ്ദീൻ, 6-ാം പ്രതി ഷൈബിന്റെ ഡ്രൈവർ നിലമ്പൂർ മുക്കട്ട നടുത്തൊടിക നിഷാദ് എന്നിവരെയാണ് കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. മഞ്ചേരി 1-ാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി M. തുഷാർ ശനിയാഴ്ച ഇവർക്കുള്ള ശിക്ഷ വിധിക്കും. 15 പ്രതികളിൽ 9 പേരെ കോടതി കുറ്റക്കാരിലെന്ന് കണ്ട് വെറുതെ വിട്ടു. ഒറ്റമൂലി രഹസ്യം ചോർത്താനാണ് പ്രതികൾ മൈസൂരുവിൽ നിന്ന് നിലമ്പൂർ മുക്കട്ടയിലെ വീട്ടിലേക്ക് ഷാബാ ഷെരീഫിനെ തട്ടിക്കൊണ്ടുവന്നത്. കുട്ടികളുടെ ഫോൺ പിടിച്ചെടുത്ത പ്രിൻസിപ്പലിന് കോടതിയുടെ അഭിനന്ദനം. കൊച്ചി. വിദ്യാർത്ഥികളുടെ സ്കൂൾ ബാഗുകളിൽ മൊബൈൽ ഫോണുണ്ടോ എന്ന് കണ്ടെത്താൻ മിന്നൽ പരിശോധന നടത്തിയ സ്കൂൾ പ്രിൻസിപ്പലിനെ അഭിനന്ദിച്ച് ഹൈക്കോടതി. പാലക്കാട് എലപ്പുള്ളി GAPHSS പ്രിൻസിപ്പൽ P. വത്സലയെയാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ അഭിനന്ദിച്ചത്. ബാഗിൽ മൊബൈൽ ഫോണുമായാണ് വിദ്യാർത്ഥികൾ വരുന്നതെന്ന സംശയത്തെ തുടർന്നായിരുന്നു മിന്നൽ പരിശോധന. ഒരു കുട്ടിയുടെ ബാഗിൽ നിന്ന് ലഭിച്ച മൊബൈലിലെ വാട്സപ്പ് ഗ്രൂപ്പിൽ അശ്ലീല ചിത്രങ്ങളും വീഡിയോകളും കണ്ടെത്തുകയും ചെയ്തു. വീഡിയോയും ചിത്രങ്ങളും അയച്ച അജയ് കൃഷ്ണ എന്ന നന്ദുവിനെതിരെ പോലീസിൽ പരാതിയും നൽകി. അജയ് കൃഷ്ണ നൽകിയ ഹർജി പരിഗണിച്ച കോടതി മുൻകൂർ ജാമ്യവും നൽകി. തന്റെ വിദ്യാർത്ഥികളെ ആരെയും പ്രിൻസിപ്പൽ കുറ്റപ്പെടുത്തിയില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. കുട്ടികളുടെ പേരിലും പരാതി നൽകിയിരുന്നെങ്കിൽ തെറ്റായ നടപടിയാകുമായിരുന്നു. അതിനാലാണ് പ്രിൻസിപ്പലിനെ അഭിനന്ദിക്കുന്നതെന്നും ഉത്തരവിൽ പറയുന്നു. ജീവനക്കാർക്കും പെൻഷൻകാർക്കും 3% DA അനുവദിച്ചു. തിരുവനന്തപുരം. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്തയിലും പെൻഷൻകാരുടെ ക്ഷാമ ആശ്വാസത്തിലും 3% വർധന വരുത്തി ധനവകുപ്പ് ഉത്തരവിറക്കി. ഇതോടെ DA 12% നിന്ന് 15%. മേയിൽ വിതരണം ചെയ്യുന്ന ഏപ്രിലിലെ ശമ്പളത്തിലും ഏപ്രിലിൽ നൽകുന്ന ആ മാസത്തെ പെൻഷനിലുമാണ് വർധന പ്രാബല്യത്തിലാവുക. 2022 ജനുവരി 1 മുതൽ നൽകേണ്ട DA ആണ് ഇപ്പോൾ അനുവദിച്ചത്. UGC, AICTE, മെഡിക്കൽ വിദ്യാഭ്യാസം എന്നിവയ്ക്ക് കീഴിലെ അധ്യാപകർക്കും പെൻഷൻകാർക്കും DA, DR 38% വർദ്ധിപ്പിച്ചും ഉത്തരവിറക്കി. മരുന്ന് വിതരണം. കുടിശ്ശിക നൽകാത്തതിനാൽ കമ്പനികൾ പിൻവാങ്ങുന്നു. വേണം ചികിത്സ എന്ന തലക്കെട്ടിൽ വാർത്ത മലയാള മനോരമയിൽ. 4 വർഷത്തെ കുടിശ്ശിക ഈ സാമ്പത്തിക വർഷം കൊടുത്തു തീർക്കുമെന്ന കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ ഉറപ്പ് ലംഘിക്കപ്പെട്ടതോടെ അടുത്ത വർഷത്തെ മരുന്ന് വിതരണത്തിൽ നിന്ന് കമ്പനികൾ പിൻവാങ്ങുന്നു. ടെൻഡർ തുറക്കുന്നതിനു മുൻപ് പിൻവലിക്കാമെന്ന വ്യവസ്ഥ പ്രകാരം പിന്മാറുകയാണെന്ന് കാണിച്ചാണ് കമ്പനികൾ നോട്ടീസ് നൽകിയത്. ആശുപത്രികളിൽ കടുത്ത മരുന്നുക്ഷാമത്തിന് വഴിവെക്കുന്ന സർക്കാർ നടപടികളുടെ തുടർച്ചയാണ് കമ്പനികളുടെ മുഖം തിരിക്കൽ. 2020 മുതലുള്ള 600 കോടിയോളം രൂപയുടെ കുടിശ്ശികയിൽ 150 കോടി രൂപ മാത്രമാണ് ഇതുവരെ കമ്പനികൾക്ക് കൊടുത്തത്. 150 കോടി കൂടി മാർച്ച് 31 മുൻപ് നൽകണമെന്നും ശേഷിക്കുന്ന തുക KSFEയിൽ നിന്ന് വായ്പയെടുത്ത് നൽകുമെന്നും ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് 187 കമ്പനികൾ ഫെബ്രുവരി 2ാം വാരം ടെൻഡർ സമർപ്പിച്ചത്. ഈ സാമ്പത്തിക വർഷത്തെ 3ാം പാദ മരുന്ന് വിതരണവും പൂർത്തിയാക്കിയിരുന്നു. എന്നാൽ 2ാം ഘട്ടത്തിലെ 150 കോടി നൽകാനുള്ള ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. 25-ന് ശേഷം
ഒരു ബില്ലും ട്രഷറിയിലേക്ക് നൽകേണ്ടതില്ല എന്ന നിർദ്ദേശം കൂടി കഴിഞ്ഞ ദിവസം വന്നതോടെ ഈ സാമ്പത്തിക വർഷം ഇനി കുടിശ്ശിക കിട്ടുമെന്ന് കമ്പനികൾക്ക് ഉറപ്പില്ല. KFCയിൽ നിന്ന് വായ്പയെടുക്കാൻ സർക്കാർ ഗ്യാരണ്ടി നൽകുന്ന കാര്യത്തിലും അറിയിപ്പൊന്നും കിട്ടിയിട്ടില്ല. മുഖം തിരിച്ച് പ്രമുഖ കമ്പനികൾ. തുടർച്ചയായി വൻതുക കുടിശ്ശിക വരുത്തുന്നതിനാൽ കേരളത്തിലേക്ക് മരുന്ന് വിതരണത്തിനായി താൽപ്പര്യം കാട്ടുന്ന കമ്പനികൾ കുറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം 216 സ്ഥാപനങ്ങൾ ടെൻഡർ സമർപ്പിച്ചിരുന്ന സ്ഥാനത്ത് ഈ വർഷം 187 കമ്പനികളെയുള്ളൂ. പ്രധാന കമ്പനികൾ പലതും വിട്ടുനിൽക്കുകയാണ്. ജോൺസൺ ആൻഡ് ജോൺസൺ, ബാക്സ്റ്റർ, ഫൈസർ, എല്ലൂരി, പെൻറ്റഗൺ, ലോട്ടസ് സർജിക്കൽസ്, ഹസീബ് ഫാർമ തുടങ്ങിയ സ്ഥാപനങ്ങളൊന്നും പങ്കെടുത്തിട്ടില്ല. കമ്പനികളുടെ കുറവ് വിലവർധനയ്ക്കും കാരണമായിരിക്കും. അസംസ്കൃത വസ്തുക്കളുടെ വില കുറഞ്ഞതിനാൽ ക്യാൻസർ മരുന്നുകളുടെ വില കുറയും. അതൊഴികെ മറ്റെല്ലാ ഇനങ്ങൾക്കും വില കൂടാൻ സാധ്യതയുണ്ടെന്നാണ് സൂചന. ചട്ടിയിലിട്ട് ചൂടാക്കിയ വെടിയുണ്ട പൊട്ടിത്തെറിച്ചു. പോലീസ് ഉദ്യോഗസ്ഥനെതിരെ അന്വേഷണം. കൊച്ചി. ഔദ്യോഗിക ബഹുമതികളോടെയുള്ള സംസ്കാരങ്ങൾക്ക് ആകാശത്തേക്ക് വെടിവെക്കാൻ ഉപയോഗിക്കുന്ന ഉണ്ടകൾ, ബ്ലാക്ക് അമോണിഷൻ, SI ചട്ടിയിലിട്ട് വറുത്തതിനെ തുടർന്ന് പൊട്ടിത്തെറിച്ചു. എറണാകുളം AR ക്യാമ്പിന്റെ അടുക്കളയിലാണ് സ്ഫോടനമുണ്ടായത്. സംഭവം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ ഉത്തരവിട്ടു. ക്യാമ്പിലെ ആയുധപ്പുരയുടെ ചുമതലയുണ്ടായിരുന്ന റിസർവ് സബ് ഇൻസ്പെക്ടർ CV സജീവനെതിരെയാണ് അന്വേഷണം. ഇടപ്പള്ളി ട്രാഫിക് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥന്റെ സംസ്കാര ചടങ്ങുകൾക്കായി ഈ മാസം 10-ന് ഉണ്ടകൾ എടുത്തപ്പോഴായിരുന്നു സംഭവം. ആയുധപ്പുരയുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ ബ്ലാങ്ക് അമ്യൂണിഷൻ വെയിലത്ത് വെച്ച് ചൂടാക്കിയ ശേഷം വൃത്തിയാക്കിയാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത്. എന്നാൽ രാവിലെ സംസ്കാര ചടങ്ങിന് പോകാൻ ആവശ്യപ്പെട്ടപ്പോഴാണ് ചൂടാക്കി വൃത്തിയാക്കാത്തതിനാൽ ഉണ്ടകൾ ക്ലാവ് പിടിച്ച് ഉപയോഗശൂന്യമായത് ശ്രദ്ധയിൽപ്പെട്ടത്. ഇതോടെ പെട്ടെന്ന് ചൂടാക്കിയെടുക്കാനായി ഉണ്ടകൾ ക്യാമ്പ് മെസ്സിലെ അടുക്കളയിലെത്തിച്ച് ചട്ടിയിലിട്ട് വറക്കുകയായിരുന്നുവെന്നാണ് കരുതുന്നത്. വെടിമരുന്നിന് തീപിടിച്ചതോടെ ഉണ്ടകൾ ഉഗ്രശബ്ദത്തിൽ പൊട്ടിത്തെറിച്ചു. ഗ്യാസ് സിലിണ്ടറും വിറകും ഉൾപ്പെടെ സൂക്ഷിച്ചിരുന്ന അടുക്കളയിൽ വൻ തീപിടുത്തമൊഴിവായത് തലനാരിഴയ്ക്കാണ്. ഒട്ടേറെ സ്ഥാപനങ്ങളും വീടുകളുമുള്ള തിരക്കേറിയ മേഖലയിലാണ് ഗുരുതരമായ സുരക്ഷാ വീഴ്ചയുണ്ടായത്. ആകാശത്തേക്ക് വെടിവെക്കാൻ ഉപയോഗിക്കുന്ന ഉണ്ടകൾക്ക് ബ്ലാങ്ക് അമ്യൂണിഷൻ എന്നാണ് പറയുന്നത്. വിദേശ വിദ്യാർത്ഥികൾക്കെതിരെ US നടപടി തുടരുന്നു. ഹമാസ് ബന്ധമെന്ന് ആരോപണം. ഇന്ത്യൻ ഗവേഷണ വിദ്യാർത്ഥി ബദർ ഖാൻ സൂരിയെ നാടുകടത്താൻ നീക്കം. US-ന്റെ ഇസ്രായേൽ അനുകൂല വിദേശ നയത്തെ എതിർക്കുന്നുവെന്നാരോപിച്ച് ഇന്ത്യക്കാരനായ വിദ്യാർത്ഥിയെ അറസ്റ്റ് ചെയ്തു. ഡൽഹിയിലെ ജാമിയ മിലിയ ഇസ്ലാമിയ സർവകലാശാലയിലെ മുൻ ഗവേഷണ വിദ്യാർത്ഥിയും ഇപ്പോൾ ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റിയിൽ ഗവേഷകനുമായ ബദർ ഖാൻ സൂരിയെയാണ് വെർജീനിയയിലെ വീടിന് സമീപത്തുനിന്ന് തിങ്കളാഴ്ച രാത്രി അറസ്റ്റ് ചെയ്തത്. നാടുകടത്താനുള്ള നടപടികൾ ആരംഭിച്ചു. പോസ്റ്റ് ഡോക്ടറൽ ഫെല്ലോ ആയ സൂരിയുടെ വിദ്യാർത്ഥി വിസയും റദ്ദാക്കി. ഇദ്ദേഹത്തിന്റെ ഭാര്യ ഫെമിസ് സാലഹ് US പൗരത്വമുള്ള പലസ്തീൻ വംശജയാണ്. സൂരിക്ക് ഹമാസ് ബന്ധമുണ്ടെന്നും സമൂഹമാധ്യമങ്ങളിൽ ഹമാസ് അനുകൂല പ്രചാരണം നടത്തിയെന്നുമാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി അധികൃതർ ആരോപിക്കുന്നത്. വെർജീനിയയിൽ നിന്ന് സൂരിയെ ടെക്സസിലെ ജയിലിലേക്ക് മാറ്റുമെന്നാണ് വിവരമെന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ പറഞ്ഞു. കൊളംബിയ സർവകലാശാല ക്യാമ്പസിൽ പലസ്തീൻ അനുകൂല പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ വിദ്യാർത്ഥി നേതാവ് മഹ്മൂദ് ഖലീലിനെ അറസ്റ്റ് ചെയ്യാൻ ഉപയോഗിച്ച അതേ നിയമവകുപ്പുകളാണ് സൂരിയുടെ പേരിലും ചുമത്തിയിട്ടുള്ളത്. ഹമാസ് അനുകൂലിയെന്നാരോപിച്ച് വിസ റദ്ദാക്കപ്പെട്ട കൊളംബിയ സർവകലാശാല PhD വിദ്യാർത്ഥിനിയായ ഇന്ത്യക്കാരി രഞ്ജിനി ശ്രീനിവാസൻ കഴിഞ്ഞയാഴ്ച സ്വയം US വിട്ടിരുന്നു. പൈപ്പ് വെള്ളത്തെ ചൊല്ലി തർക്കം, വെടിവെപ്പ്. ആഭ്യന്തരമന്ത്രിയുടെ കുടുംബത്തിൽ അനുജൻ ജ്യേഷ്ഠനെ കൊന്നു. പട്ന. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായിയുടെ അനന്തരവന്മാർ തമ്മിലുണ്ടായ വെടിവെപ്പിൽ ഒരാൾ മരിച്ചു. ബീഹാറിലെ ജഗൽപൂരിലെ വീട്ടിലാണ് പൈപ്പ് വെള്ളം ഉപയോഗിക്കുന്നതിനെ ചൊല്ലിയുണ്ടായ വഴക്കിന്റെ പേരിൽ സഹോദരങ്ങൾ ഏറ്റുമുട്ടിയത്. ജ്യേഷ്ഠൻ വിശ്വജിത്ത് മരിച്ചു. വെടിയേറ്റ അനുജൻ ജയ്ജിത്തിനെയും പരിക്കേറ്റ അമ്മ ഹിനാദേവിയെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തർക്കത്തിനിടെ വിശ്വജിത്ത് തോക്കെടുത്ത് ജയ്ജിത്തിന് നേരെ വെടിയുതിർക്കുകയായിരുന്നുവെന്ന് പറയുന്നു. ജയ്ജിത്ത് തോക്കു പിടിച്ചുവാങ്ങി തിരിച്ചു വെടിവെച്ചപ്പോഴാണ് വിശ്വജിത്ത് മരിച്ചത്.
മക്കളെ പിടിച്ചുമാറ്റാനുള്ള ശ്രമത്തിലാണ് അമ്മ ഹിനാദേവിക്ക് പരിക്കേറ്റത്. ബഗൽപൂരിലെ കുടുംബ വീട്ടിൽ സഹോദരന്മാർ ഒരുമിച്ചായിരുന്നു താമസം. മന്ത്രി കെ രാജൻ നിയമസഭയിൽ നവീൻ ബാബു കൈക്കൂലി വാങ്ങിയിട്ടില്ലെന്ന് കണ്ടെത്തി. കൈക്കൂലി വാങ്ങിയതായി പി ദിവ്യ പരാതിപ്പെട്ടിട്ടുമില്ല. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതായി ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർക്ക് മുൻപിൽ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ പരാതിപ്പെട്ടിട്ടില്ലെന്ന് മന്ത്രി കെ രാജൻ. നവീൻ ബാബു കൈക്കൂലി വാങ്ങിയിട്ടില്ലെന്നാണ് ലഭ്യമായ തെളിവുകളുടെയും മൊഴികളുടെയും അടിസ്ഥാനത്തിൽ ജോയിന്റ് കമ്മീഷണർ കണ്ടെത്തിയതെന്നും മന്ത്രി നിയമസഭയെ അറിയിച്ചു. ടി സിദ്ദിഖ്, കെ ബാബു, TJ വിനോജ്, സനീഷ് കുമാർ ജോസഫ് എന്നിവരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയായാണ് മന്ത്രി ജോയിന്റ് കമ്മീഷണറുടെ അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങൾ വെളിപ്പെടുത്തിയത്. മറുപടിക്കൊപ്പം പതിവില്ലാതെ അന്വേഷണ റിപ്പോർട്ട് സംബന്ധിച്ച വിശദീകരണക്കുറിപ്പ് അനുബന്ധമായി ചേർക്കുകയും ചെയ്തു. പെട്രോൾ പമ്പിന് എതിർപ്പില്ലാ രേഖ നൽകുന്നതിൽ ADMന്റെ ഭാഗത്ത് കാലതാമസമുണ്ടായിട്ടില്ലെന്ന് കണ്ടെത്തിയതായി മന്ത്രി പറഞ്ഞു. ADMന്റെ യാത്രയപ്പ് ചടങ്ങിലേക്ക് പി ദിവ്യ ക്ഷണിക്കാതെ കയറി വരികയായിരുന്നു. ചടങ്ങ് തുടങ്ങാറായോ എന്നറിയാൻ കലക്ടറുടെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റിനെ ദിവ്യയുടെ PA അന്നേ ദിവസം പലവട്ടം വിളിച്ചിരുന്നു. പ്രാദേശിക ചാനൽ എത്തി പരിപാടി ചിത്രീകരിച്ചതും ദിവ്യ ആവശ്യപ്പെട്ടിട്ടാണ്. ചടങ്ങിന് ശേഷം നവീൻ ബാബു മാനസിക സമ്മർദ്ദത്തിലും വിഷമത്തിലുമായിരുന്നു. നവീൻ ബാബുവിന്റെ മരണത്തെക്കുറിച്ച് വിശദമായ പോലീസ് അന്വേഷണം ആവശ്യമാണെന്ന് റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിട്ടുണ്ട്. പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായി ആവശ്യപ്പെട്ടാൽ റിപ്പോർട്ടിലെ രേഖകളും മൊഴികളും കൈമാറുമെന്നും മന്ത്രി പറഞ്ഞു. നാഗ്പൂരിൽ കർഫ്യൂ പിൻവലിച്ചു. ഔറംഗസേബിന്റെ സ്മാരകത്തെ ചൊല്ലി ഇരുവിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയ നാഗ്പൂരിൽ സ്ഥിതി ശാന്തമായതോടെ കർഫ്യൂ പിൻവലിച്ചു. ആക്രമണികളെ പിടികൂടാൻ 18-അംഗ പോലീസ് സംഘം രൂപീകരിച്ചു. സമൂഹമാധ്യമങ്ങളിലൂടെ വിദ്വേഷം പരത്തിയ 230 അക്കൗണ്ടുകൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, എക്സ്, യൂട്യൂബ് കമ്പനികളോട് സൈബർ സെൽ ആവശ്യപ്പെട്ടു. ചൂരൽമല 100 വീടിന് ഡിവൈഎഫ്ഐയുടെ സമ്മതപത്രം 24-ന് സ്വന്തം നിലയ്ക്ക് ലീഗ്. കോൺഗ്രസിന്റെ തീരുമാനം വൈകാതെ. ചൂരൽമല മുണ്ടക്കൈ ദുരിതബാധിതരെ പുനരധിവസിപ്പിക്കാനുള്ള ടൗൺഷിപ്പിലെ വീടിന് സ്പോൺസർ നൽകേണ്ട തുക 20 ലക്ഷമായി കുറച്ചതോടെ 100 വീട് നൽകാനൊരുങ്ങി ഡിവൈഎഫ്ഐ. ഇതിന്റെ സമ്മതപത്രം 24-ന് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന് കൈമാറും. സ്വന്തം നിലയ്ക്ക് സ്ഥലം കണ്ടെത്തി 100 വീടുകൾ ഉൾപ്പെടുന്ന ടൗൺഷിപ്പ് നിർമ്മിക്കാനുള്ള പദ്ധതിയുമായി മുസ്ലിം ലീഗ് മുന്നോട്ടു പോവുകയാണ്. അതേസമയം രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച 100 വീടുകൾ എങ്ങനെ നൽകണമെന്ന കാര്യത്തിൽ കോൺഗ്രസിൽ അന്തിമ തീരുമാനമായിട്ടില്ല. 25 വീട് നൽകുമെന്നായിരുന്നു ഡിവൈഎഫ്ഐ ആദ്യം പ്രഖ്യാപിച്ചതെങ്കിലും 100 വീട് നൽകാൻ സന്നദ്ധരായ സ്പോൺസർമാരുടെ യോഗത്തിലേക്ക് അവരെയും ക്ഷണിച്ചിരുന്നു. എന്നാൽ ഓരോ വീടിനും 30 ലക്ഷം രൂപ ചെലവ് വരുമെന്ന് വന്നതോടെ ആശങ്കയുണ്ടായി. 50 വീട് വരെ കൊടുക്കാനാകുമെന്നാണ് പിന്നീട് സർക്കാരിനെ അറിയിച്ചത്. 100 വീടുകൾ വീതം നൽകാമെന്നേറ്റ കോൺഗ്രസും മുസ്ലിം ലീഗുമടക്കം ചെലവ് ഉയർന്നതിൽ ആശങ്ക പങ്കുവച്ചിരുന്നു. ചെലവ് എത്രയായാലും സ്പോൺസർ ഒരു വീടിന് 20 ലക്ഷം നൽകിയാൽ മതിയെന്ന് കഴിഞ്ഞയാഴ്ച സർക്കാർ വ്യക്തമാക്കി. ഇതോടെയാണ് 100 വീട് തന്നെ നൽകാൻ ഡിവൈഎഫ്ഐ സന്നദ്ധമായത്. 20.44 കോടി രൂപയാണ് ഈ ആവശ്യത്തിനായി ഡിവൈഎഫ്ഐ സമാഹരിച്ചിട്ടുള്ളത്. 24-ന് വൈകിട്ട് സെൻട്രൽ സ്റ്റേഡിയത്തിൽ യൂത്ത് ബ്രിഗേഡ് സംഗമം ഉൾപ്പെടെ സംഘടിപ്പിച്ചാണ് സമ്മതപത്രം കൈമാറുകയെന്ന് സംസ്ഥാന സെക്രട്ടറി VK സനോജ് പറഞ്ഞു. സർക്കാരിന്റെ പുനരധിവാസ പദ്ധതി വൈകുന്നതിനാലാണ് പ്രഖ്യാപിച്ച 100 വീടുകൾ സ്വന്തമായി നൽകാനുള്ള ലീഗിന്റെ തീരുമാനം. സ്ഥലം കണ്ടെത്തി അഡ്വാൻസ് കൈമാറി. പൊതുസൗകര്യങ്ങൾ കൂടി നൽകുന്ന തരത്തിലുള്ള ചെറു ടൗൺഷിപ്പാണ് പദ്ധതിയിടുന്നതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞു. 1000 ചതുരശ്രടിയുള്ള ഒരു വീടിന് 15 ലക്ഷം രൂപയാണ് ചെലവ് കണക്കാക്കുന്നത്. സർക്കാർ തയ്യാറാക്കിയ പട്ടികയിൽ നിന്നാകും ഗുണഭോക്താക്കളെ കണ്ടെത്തുകയെന്നും സലാം പറഞ്ഞു. കോൺഗ്രസിന്റെ 100 വീട് പദ്ധതി സർക്കാരുമായി ചേർന്ന് നടപ്പാക്കണോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കാനിരിക്കുന്നതേയുള്ളൂ. ഇതിനുള്ള അക്കൗണ്ടിലേക്ക് 4 കോടിയോളം രൂപ ലഭിച്ചിട്ടുണ്ട്. പണം നൽകാമെന്നേറ്റവരുമുണ്ട്. കീഴ്ഘടകങ്ങളിൽ പിരിവ് ബാക്കിയുമുണ്ട്. നേതാക്കൾ ഒരിക്കൽ കൂടി ചർച്ച നടത്തിയ ശേഷം പദ്ധതി അന്തിമമാക്കുമെന്ന് KPCC ജനറൽ സെക്രട്ടറി M. ലിജു പറഞ്ഞു. ബാങ്ക് ജീവനക്കാരിയെ ബാങ്കിൽ നിന്ന് വിളിച്ചിറക്കി വെട്ടി, ഭർത്താവ് അറസ്റ്റിൽ. തളിപ്പറമ്പ്. ബാങ്ക് ജീവനക്കാരിയായ ഭാര്യയെ ബാങ്കിൽ നിന്ന് വിളിച്ചിറക്കി
കൊടുവാൾ കൊണ്ട് വെട്ടിക്കൊല്ലാൻ ശ്രമിച്ച സംഭവത്തിൽ ഭർത്താവ് അറസ്റ്റിൽ. SBI പൂവം ശാഖയിൽ ഇന്നലെ ഉച്ചകഴിഞ്ഞ് 3:45 സംഭവം. കാഷ്യർ ആലക്കോട് അരങ്ങം വട്ടക്കയത്തെ MM അനുപമയ്ക്കാണ് വെട്ടേറ്റത്. ഭർത്താവ് കാർത്തികപുരം സ്വദേശി 7-ാം മൈലിൽ വാടകയ്ക്ക് താമസിക്കുന്ന അനുരൂപിനെ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറി. ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞാണ് അനുരൂപ് അനുപമയെ വിളിച്ചിറക്കിയത്. പുറത്തിറങ്ങിയ ഉടൻ വെട്ടുകയായിരുന്നു. നിലവിളിച്ച് ബാങ്കിലേക്ക് ഓടിക്കയറിയ അനുപമയെ പിന്നാലെ ചെന്ന് വെട്ടി. പുറത്തും തലയിലുമാണ് വെട്ടേറ്റത്. നിലവിളി കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ കൊടുവാൾ പിടിച്ചുവാങ്ങിയ ശേഷം ഇയാളെ കെട്ടിയിട്ടു. സഹകരണ ആശുപത്രിയിൽ പ്രവേശിച്ച അനുപമയുടെ പരുക്കുകൾ ഗുരുതരമല്ല. കുടുംബ പ്രശ്നങ്ങൾ കാരണം അനുപമ 6 മാസമായി 6 വയസ്സുള്ള മകൾക്കൊപ്പം അരങ്ങത്തെ മാതാപിതാക്കൾക്കൊപ്പമാണ് താമസം. മുൻപും ഇയാൾ മദ്യപിച്ചെത്തി അനുപമയെ ആക്രമിച്ചിരുന്നത്രേ. ഇത് സംബന്ധിച്ച് ആലക്കോട് പോലീസിൽ പരാതിയും നൽകിയിരുന്നു. ബാങ്കിൽ കയറി വെട്ടിക്കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നതായും പറയുന്നു. വധശ്രമത്തിന് കേസെടുത്തതായി പോലീസ് പറഞ്ഞു. സ്കൂൾ വിദ്യാർത്ഥികളായ സഹോദരിമാരെ പീഡിപ്പിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ. കുറുപ്പംപടി 10ഉം 12ഉം വയസ്സുള്ള സ്കൂൾ വിദ്യാർത്ഥികളായ സഹോദരിമാരെ 2 വർഷത്തിലധികം പീഡിപ്പിച്ചെന്ന കേസിൽ പ്രതി അയ്യമ്പുഴ കട്ടിങ് മഠത്തിൽ പറമ്പിൽ ധനേഷ് കുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുട്ടികളുടെ പിതാവ് നേരത്തെ മരിച്ചിരുന്നു. അതിനുശേഷം അമ്മയുടെ സുഹൃത്തെന്ന നിലയിലാണ് പ്രതി പെൺകുട്ടികൾ താമസിക്കുന്ന വീട്ടിൽ എത്തിയിരുന്നത്. പെൺകുട്ടികൾ 6-4 ക്ലാസുകളിലാണ് പഠിക്കുന്നത്. ഡ്രൈവറായി ജോലി ചെയ്യുന്ന പ്രതി ശനി ഞായർ ദിവസങ്ങളിലാണ് പെൺകുട്ടികൾ താമസിക്കുന്ന വീട്ടിൽ എത്തിയിരുന്നത്. ഇയാൾ വിവാഹിതനും 2 കുട്ടികളുടെ പിതാവുമാണ്. അമ്മയുടെ മൊബൈൽ ഫോണിൽ മൂത്ത കുട്ടിയുടെ സഹപാഠിയുടെ ചിത്രം പ്രതി കണ്ടു. ഈ കുട്ടിയെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുവരാൻ മൂത്ത കുട്ടിയെ പ്രതി നിർബന്ധിച്ചു. പെൺകുട്ടി സഹപാഠിക്കെഴുതിയ കുറിപ്പ് സ്കൂളിലെ അധ്യാപികയുടെ മകളായ പെൺകുട്ടി കണ്ടതാണ് കേസിൽ വഴിത്തിരിവായത്. വിവരമറിഞ്ഞ അധ്യാപിക അപകടം മനസ്സിലാക്കി പോലീസിനെ അറിയിച്ചു. മൂത്ത കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് അതിവേഗം നടപടിയെടുത്ത് പ്രതിയെ അറസ്റ്റ് ചെയ്തു. കേസിൽ ഇരകളായ പെൺകുട്ടികളുടെ മാതാവിന്റെ പങ്കാളിത്തവും പോലീസ് അന്വേഷിക്കുന്നുണ്ടെന്ന് ASP ശക്തിസിംഗ് ആര്യ പറഞ്ഞു. ഹൂത്തികളെ ഉന്മൂലനം ചെയ്യുമെന്ന് ട്രംപ്. സന യമൻ ആസ്ഥാനമായ ഹൂതി വിമതരെ ഉന്മൂലനം ചെയ്യുമെന്ന് മുന്നറിയിപ്പ് നൽകി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹൂതി കേന്ദ്രങ്ങളിൽ വീണ്ടും US കനത്ത വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ട്രംപ് സ്വന്തം സമൂഹമാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ പ്രസ്താവന പങ്കുവച്ചത്. വ്യോമാക്രമണം അപരിഷ്കൃതരായ ഹൂത്തികൾക്ക് കനത്ത നാശമാണ് ഉണ്ടാക്കുന്നത്. ആക്രമണം ഇനിയും രൂക്ഷമാകുന്നത് കാണാം. തുല്യശക്തികൾ തമ്മിലുള്ള പോരാട്ടമല്ലിത്. ഒരിക്കലും അങ്ങനെയാകില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. അതേസമയം ഹൂത്തികൾക്ക് ആയുധം നൽകരുതെന്ന് ട്രംപ് വീണ്ടും ഇറാന് മുന്നറിയിപ്പ് നൽകി. ഹൂത്തികൾക്കുള്ള ആയുധങ്ങളും പിന്തുണയും ഇറാൻ കുറച്ചിട്ടുണ്ടെന്നും തെളിവുകൾ നൽകാതെ ട്രംപ് അവകാശപ്പെട്ടു. ഇന്ത്യ തീരുവ കുറയ്ക്കുമെന്ന് പ്രതീക്ഷ ട്രംപ്. ഇന്ത്യ തീരുവ കുറയ്ക്കുമെന്നാണ് താൻ വിശ്വസിക്കുന്നതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഇന്ത്യയുമായി മികച്ച ബന്ധമാണുള്ളതെന്നും ലോകത്തെ ഏറ്റവും ഉയർന്ന തീരുവ ഏർപ്പെടുത്തുന്നതിൽ മാത്രമാണ് വിയോജിപ്പെന്നും ബ്രൈറ്റ് പാർട്ട് ന്യൂസിനോട് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു. തീരുവയുടെ കാര്യത്തിൽ ഒരിളവും നൽകില്ലെന്നാണ് ട്രംപിന്റെ നിലപാട്. തീരുവ കുറച്ചാലും ഇല്ലെങ്കിലും ഏപ്രിൽ 2 മുതൽ ഇന്ത്യ ചുമത്തുന്ന അതേ നിരക്കിലെ തീരുവ തന്നെ അമേരിക്കയും ഏർപ്പെടുത്തും. US അധിക തീരുവ ഏർപ്പെടുത്തുന്നത് ഇന്ത്യയിലെ ഫാർമസ്യൂട്ടിക്കൽസ്, ഓട്ടോമൊബൈൽ, ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ, ലോഹങ്ങൾ, രാസവസ്തുക്കൾ, ആഭരണങ്ങൾ തുടങ്ങിയ മേഖലയിലെ വ്യവസായികൾക്ക് തിരിച്ചടിയാണ്. 12% ഇന്ത്യയുടെ ശരാശരി ഇറക്കുമതി തീരുവ. US 2.2%, ചൈന 3%, ജപ്പാൻ 1.7% എന്നിങ്ങനെയാണ് മറ്റു പ്രധാന രാജ്യങ്ങളുടേത്. ഇതോടെ ഇന്നത്തെ കാതിലെത്തും പത്രങ്ങൾ സമാപിക്കുന്നു. ഇനി നാളെ. നന്ദി.